റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുന്നത്. വളരെ സുന്ദരമായ പ്രകാശത്താലുള്ള ആ പുതപ്പിൽ, ആ വിരിപ്പിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിരുന്നു. ജമഖഅദസ്സുദ്ഖിൽ അലിയിൽ മുഅല്ലമ ബിറഫ്റഫിൽ ഖദിരിൽ ശരീഫി മുഖദ്ദമ ലിൽഹദ്റത്തിൽ അൽയായി ഫർദം ബഅദമാ ജിബ്രീലു ഖാമ മഖാമഹുൽ മഅലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ജിബ്രീൽ അലൈഹിസ്സലാം നിന്നിടെ മുതൽ, ആ നിന്ന സ്ഥാനം മുതൽ സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് ഹബീബായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി, മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്ത പ്രത്യേകമായ പട്ടിലൂടെ ആ വിരിപ്പിൽ കയറിയിരുന്ന പുന്നാര നബി മുന്നോട്ട് ഗമിക്കുകയാണ്. പ്രകാശസാഗരത്തിലൂടെ, പ്രകാശത്തിന്റെ കടലിലൂടെ, ജിബ്രീൽ കത്തിക്കരിഞ്ഞു പോകുമെന്ന ആ കടലിലൂടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് കയറുന്നു. നിങ്ങൾ ചിന്തിക്കൂ, കേവലം ഇസ്രാ മിഅ്റാജ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു യാത്രയല്ല സുഹൃത്തുക്കളെ. നമുക്ക് നിരൂപിക്കാൻ പറ്റാത്ത, നമുക്ക് പ്രസംഗിച്ച് തീർക്കാൻ പറ്റാത്ത, നമ്മുടെ 1000 കൊല്ലം നമ്മൾ ജീവിച്ച് പ്രസംഗിച്ചാലും അവിടുത്തെ സ്ഥാനങ്ങളും അവിടുത്തെ നബി തങ്ങൾ യാത്ര ചെയ്ത ആ ദൂരവും നമുക്ക് നിരൂപിക്കാൻ സാധ്യമല്ല. ഏതെല്ലാം മേഖലകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയെന്നും, എത്ര വലിയ സ്ഥാനത്തേക്കാണ് നബി തങ്ങൾ ഉയർന്നതെന്നും, എവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലുമായി പിരിയുന്ന ഇടമെന്നും, അവിടേക്ക് എത്ര ദൂരമുണ്ടെന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത, നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ വലിയ ദൂരമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രത്യേകമായ വാഹനത്തിൽ, ആ പച്ചപ്പട്ടിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേൽപോട്ട് കയറി പിന്നെയും യാത്ര ചെയ്തു, പിന്നെയും മുന്നോട്ട് പോയി. അല്ലാഹു ഉദ്ദേശിച്ച ആ പവിത്രമായ സ്ഥാനത്തേക്ക് പുന്നാര ഹബീബ്, നമ്മളുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചെല്ലുന്നു. ബിബിസാതി ഖുദ്സില്ലാഹി ലമ്മാ അൻവസല ഹയ്യാഉ ലില്ലാഹി തഹിയ്യാതുൽ ഫുളൽ വമുബാറകാതു വസ്സലാത്തു കമാ നുഖിൽ ഫി സീറത്തിൽ ഹലബി ഹകാതത്മീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു